മേപ്പത്തൂർ നാരായണീയം ഭട്ടതിരി ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തിന് മുഴുവൻ സംഭാവന ചെയ്ത ഒരു അത്ഭുതമായ ഒരു പ്രതിഭാസമാണ് നാരായണീയത്തിലൂടെ നാം കാണുന്ന മേപ്പത്തൂർ ഭട്ടതിരി. അദ്ദേഹത്തിൻ്റെ ജീവിതം എന്തുവേ ആവട്ടെ, നമുക്ക് നൽകിയിട്ടുള്ള ഈ ഭാഗ്യം ഗുരുവായൂരപ്പൻ്റെ പ്രസാദമായിട്ടാണ് ഞാനത് കാണുന്നത്. മറഞ്ഞുപോയ മേപ്പത്തൂരിനോടും എന്നെ ഇതിലേക്ക് കൊണ്ടുവന്ന തോട്ടം കൃഷ്ണൻ നമ്പൂരിയോടും എങ്ങനെയാണ് എൻ്റെ ബഹുമാനം കാണിക്കേണ്ടത് എനിക്കറിയില്ല. ഞാൻ കാണിക്കും. നിങ്ങളിൽ കൂടെ, പൊതുജനങ്ങളിൽ കൂടെ, അടുത്തൊരു തലമുറകളിൽ കൂടെ ഈ ഭാവം ലോകത്ത് മുഴുവൻ സ്പ്രെഡ് ചെയ്യാൻ എന്നെക്കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ഞാൻ ചെയ്യാൻ തയ്യാറാണ്. മാറണം. ലോകം മുഴുവൻ അന്വേഷിച്ച് നടക്കുന്നത് എവിടെയെങ്കിലും ഒരു സമാധാനം കിട്ടുമോ എന്നാണ്. എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഈ ചോദ്യക്കാർ നമ്മളുടെ അടുത്തേക്ക് വരും, കേരളത്തിലേക്ക് വരും. ഇവിടെ ഈ നാരായണീയം മാത്രം മതി. എല്ലാവർക്കും കിട്ടാവുന്ന ഏറ്റവും വാത്സല്യത്തോടു കൂടിയുള്ള, സ്നേഹത്തോടു കൂടിയിട്ടുള്ള ഒരു അമൃതമായിരിക്കും ഈ സംഭാവന, നാരായണീയത്തിൻ്റെ സംഭാവന. ഒക്ടോബർ 10 ലോക മാനസികാരോഗ്യ ദിനം ആഘോഷിക്കുന്നു ലോകം മുഴുവൻ. ഈ നാരായണീയത്തിനെ പോലെ നാരായണീയത്തിലൂടെ കിട്ടാവുന്ന ഈ ആരോഗ്യദിനം വേറെ ഇങ്ങനെ കിട്ടും. നമ്മൾ ലോകം മുഴുവൻ സ്പ്രെഡ് ചെയ്യാൻ പോവുകയാണ്, ലോകം മുഴുവൻ പരത്താൻ പോവുകയാണ്. നമുക്ക് പോവാം, ഒന്നിച്ച് നമുക്ക് ബഹുമാനം നമ്മൾ ഒന്ന് ലയിക്കാൻ ശ്രമിക്കാം. നാരായണീയം മാത്രം മതി. ഈ ലോകത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള ഒരു പരിവർത്തനത്തിനും ലോകം മുഴുവൻ എല്ലാറ്റിനെയും, കേരളത്തിനെ മുഴുവൻ, എല്ലാ ലോകത്തും മുഴുവൻ അറിയിക്കാനും ഇന്ന് ആ നാരായണീയം മാത്രം മതി. നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം. എല്ലാവരും അതിനുവേണ്ടി എടുക്കുക എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഞാൻ തന്നെ അതിനുവേണ്ടി പുറത്തുപോയി പ്രവർത്തിക്കാൻ തയ്യാറാണ്. പരിപാടിക്കും എത്തിച്ചേരണമെന്ന് എല്ലാവരോടും ക്ഷണിച്ചുകൊണ്ട്, അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.